അഭിനന്ദ് വർത്തമാനെ ഒരു ചായ കൊടുത്ത് പറഞ്ഞയച്ചതുപോലെ ഇനി ഇന്ത്യൻ സൈന്യത്തെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടില്ല. പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കും. ചായയുടെ വെള്ളം വേണ്ടേ? സിന്ധു നദീജലം കിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാന് ചായ ഇടാൻ പോയിട്ട് ഒന്ന് തൊണ്ട നനയ്ക്കാനുള്ള വെള്ളം പോലും കിട്ടില്ല. പിന്നെ അഭിനന്ദനെ തിരിച്ചു വിട്ടത് മുട്ട് വിറച്ചിട്ടാണ് വിട്ടത്. പാകിസ്ഥാൻ വെറുതെ വിട്ടതല്ല. അതായത് അഭിനന്ദൻ വർത്തമാനെ പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ തുടങ്ങി. ഇന്ത്യ POK അടക്കം തിരിച്ചു പിടിച്ച് പാകിസ്ഥാനെ 3 കഷ്ണമാക്കി മാറ്റുമെന്നുള്ള നിലയിലേക്ക് വന്നു. വലിയ യുദ്ധത്തിലേക്കാണ് ഇന്ത്യ തയ്യാറെടുത്തത്. ഒരു മടിയും ഇന്ത്യക്ക് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിലപാടെടുത്ത് അജിത് ഡോവലിൻ്റെ തീരുമാനം സൈനിക വൃത്തങ്ങളെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ വലിയ മൂവ്മെൻറ്റ് തുടങ്ങി. മുന്നോട്ട് പോകാനായിട്ട് സൈന്യം തീരുമാനിച്ചു. നടപടികളും തുടങ്ങി. ഇത് പാകിസ്ഥാൻ അറിഞ്ഞു. പാകിസ്ഥാൻ അറിഞ്ഞതിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ചെന്ന് പറഞ്ഞത് അവിടുത്തെ പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടും പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ അഭിനന്ദനെ വിട്ടയക്കൂ, ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്നുള്ളത്. കാരണം ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. നമ്മൾ പഴയ ഇന്ത്യ അല്ല, പുതിയ ഇന്ത്യയാണ്. വീട്ടിൽ കയറി അടിക്കും, അതാണ് സ്വഭാവം. ആ രീതിയിലേക്ക് നമ്മളുടെ ഫോറിൻ പോളിസിയും ശത്രുക്കളോടുള്ള സമീപനം എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ആക്രമണം നടത്തി യുദ്ധം നടത്തിയും ആൾക്കാരെ കൊല്ലാൻ താല്പര്യമുള്ള രാജ്യവുമല്ല. പക്ഷേ നമ്മൾ ഗതികെട്ടിട്ടാണ്. ഇത്രയും നാൾ നമ്മൾ ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഇന്ത്യ ഒരു തരത്തിലുള്ള സൈനിക നടപടിയോ ഒന്നും. നമ്മൾ ചെറുത്തുനിൽപ്പാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് തന്നെയാണ്. പാകിസ്ഥാൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് അത് ഒഫൻസാണ്. അവർ ഒഫൻസീവായിട്ട് നിൽക്കുന്ന ഒരു രാജ്യവും ഇന്ത്യ ഡിഫൻസീവായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ത്യ സൈന്യത്തെ ഉപയോഗിക്കുന്നത്. അഭിനന്ദൻ വർത്തമാൻ ബാലാക്കോട്ട് ആക്രമണം അതിനായി അദ്ദേഹത്തെ പറഞ്ഞയക്കുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ വിമാനത്തിനുണ്ടായ ഒരു തകരാറിൻ്റെ ഇതിലാണ് അവിടെ തകർന്നു വീഴുന്ന വിമാനം തരുന്നത്. അവിടെ പിടിച്ചു വയ്ക്കപ്പെടുന്നു. അദ്ദേഹത്തെ തിരിച്ചു വഹിക്കുന്നു. ഇന്ത്യയുടെ കൃത്യമായ നീക്കങ്ങൾ മനസ്സിലാക്കി പാകിസ്ഥാൻ. പക്ഷേ ഇനിയുള്ള കാര്യത്തിനകത്ത് അങ്ങനെ ആവില്ല. ഇന്ത്യ കൃത്യമായ നിലപാടെടുത്തു കഴിഞ്ഞു. നയതന്ത്ര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും നിർത്തി. അതിർത്തികൾ അടയ്ക്കുന്നു. എല്ലാ പാകിസ്ഥാൻകാർക്കും തിരിച്ച് മടങ്ങി പോകാനായിട്ട് 48 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വാണിജ്യ വ്യാപാര ഇടപാടുകൾ പാകിസ്ഥാനുമായിട്ട് നടത്തില്ല. ഈ പറയുന്ന കരാറുകളെല്ലാം റദ്ദാക്കി. നമുക്ക് ഈ പാകിസ്ഥാനെ ഈ സിന്ധു നദീജലം തടയുന്നതോടുകൂടി തന്നെ പാകിസ്ഥാൻ വിവരം അറിയും. പക്ഷെ നമ്മൾ ആ കാര്യത്തിൽ കൂടെ നിർത്തില്ല. ഇന്ത്യ കൃത്യമായ തക്കതായ സ്ഥലത്ത് തക്കതായ സമയത്ത് എന്ന് കൃത്യമായി അമിത്ഷാ പറഞ്ഞത്.